മറ്റേ വീഡിയോയുടെ പാതി വീഡിയോയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. അടിപൊളിയായ വീഡിയോ ആണ്. ഇതിൻ്റെയും ബാക്കി അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഒന്നാമത്തെ ദിവസം കടന്നുപോയി. ഇത് രണ്ടാം ഡേ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കണത്. അപ്പോൾ രാവിലെ എൻ്റെ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കട്ടോ. സൂമ്പിനൊന്നും കാണാനില്ല. അപ്പം പുറത്തേക്കൂടെ പോവാം. എന്താ ശിവനെ ക്രീപ്പർ കണ്ട വഴി ഓടാം. നമുക്ക് ഇതേ സൈഡിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കി സൈഡിൽ കൂടെ അങ്ങനെ പോവാം. അയ്യോ അയ്യോ ഇതെന്ത് കഷ്ടമാണ് അച്ഛന്മാരെ. എനിക്ക് വയ്യതേ പുറകിൽ വരുന്നു. ഉമ്മാർക്ക് വേറെ പണിയില്ല. എല്ലാ ദിവസവും ഇങ്ങനെ പുറകെ വരാനുണ്ട്. അത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. എനിക്ക് വയ്യ. ആർക്കും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ. ഇത് അടിയിൽ മറ്റേ തുപ്പളൻ 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 ഡാ ഇവിടെ അവിടെ നിൽക്കടോ അവിടെ നിൽക്കടോ. അടിച്ച് പറത്തിക്കളയും. കണ്ടോ പറക്കും ചക്ക പറക്കും. അപ്പുറത്ത് വേറെ ഭയം. നമ്മളത്തെ ആള് ഭയം കണ്ടോ വിചാരിക്കുന്നു. പ്രോയാൻ പോട്ടെ. എനിക്ക് അതിൻ്റെ ബീജമൊന്നുമില്ല. അവിടെ ഞാൻ നല്ല ബീജം ഉണ്ടാക്കി. അവിടെ ഷുഗർ കെയിൻ നിൽക്കുന്നത്. അത് മഞ്ഞ പച്ച കളറിലുള്ള ഷുഗർ കെയിൻ. മഞ്ഞ 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 അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്ര തന്നെ ചെറിയ ലാഗൊക്കെ ഉണ്ട്. അങ്ങനെ മൈൻഡ് ചെയ്യണ്ട. കുതിരയെന്നൊന്നും ചെയ്യണം. വേണ്ട പാവാണ്. ഭയം കഴിയാറായി. കുഴി ഇപ്പം തന്നെ പാർട്ട് കഴിഞ്ഞാണ്. അത് കണ്ട ഭയം കഴിയാറായി. ഞാൻ അവിടെ നിന്ന് കണ്ടു. നല്ലാത്ത ഭയം കഴിഞ്ഞ് സന്തോഷം സ്വീകരിക്കാൻ എൻ്റെ അമ്മ. എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ ചാടിപ്പറഞ്ഞ് പോകേണ്ട ഞാനാണ്. അപ്പുറത്തെ സ്ഥലം മരം കുറേ മരങ്ങളൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് പോരും. കുറേ മരങ്ങൾ പന്നിരാണ് വന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. എന്ത് പറയുന്നു എന്തായാലും പോയേ പറ്റൂ. എൻ്റെ കുട്ടികളെ കണ്ടുപിടിക്കണം. എനിക്ക് ചാടി ഇത് വെള്ളത്തിനാള്. അയ്യോ ശ്വാസം അറിയില്ലേ. ഓടിവായോ ചാടി ഡേട്ടൊക്കെ പൊട്ടിക്കാം. ഉറങ്ങുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാട്ടോ. ഇപ്പുറത്തെ ഭയമൊന്നും നിറച്ചും മരമാണെന്ന് തോന്നുന്നുണ്ട്. ഷീപ്പിനെ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ കിടന്ന് ആളിനെ തപ്പിക്കൊണ്ടിരിക്കണം. ആളിനൊന്നും കാണാനും ഇല്ല. ഇപ്പോൾ വീണാച്ചേക്ക് എന്താ ഭയത്തിന്. നമുക്ക് ഇവിടെ ചാടി ചെത്താലോ? വേണ്ട. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഹാർഡ്കോർ സീരീസ് ഇപ്പം തന്നെ അവസാനിപ്പിക്കണ്ട. വേണ്ട മകനെ. എന്താ ഇവിടെ കയറിപ്പാണ് ചാട്. പശു. ഓ സോറി ഗൈസ്, പശു അല്ല ഗൈസ്. എന്താണ് പറയാ? ആട്. നമ്മുടെ ബെഡാട്ടാ. ചെക്കനങ്ങനെ അടിച്ചിട്ട് വീണു. എന്ത് കഷ്ടം. ആ കോഴിരാജനെ കൊന്നൊക്കെ നട്ടാടി. കോഴിരാജ് കേണി വെച്ചേക്കായിരുന്നു. അവിടെ കുഴി അടിച്ചവിടെ കുഴി. അത്രേ ഉള്ളൂ. അടുത്തവന് തല്ലിക്കൊള്ളടാ. ഇതൊക്കെ തല്ലിക്കൂടെ മൂടടിച്ച് പൊട്ടിക്കും. അത്രേ ഉള്ളൂ. നീ കുറഞ്ഞുണ്ട്. ഇനിയുണ്ടോ? ഒരാട് രണ്ടാട്. നമുക്ക് എത്ര രണ്ടാട് വേണം? ഒരാട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാടാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കേട്ടത് ഒരു ഷീപ്പ് ഇന്നിങ്ങനെ വറുത്തടിച്ച് ഫ്രൈ അടിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷീപ്പിനെ കൊന്ന അവാർഡ് എനിക്ക് വേണം. ബീജമൊന്നുമില്ല ഗൈസ്. അപ്പൊ ഫുഡ് കഴിക്കാൻ എനിക്ക് വയറെന്ന് വെച്ച് ഫുഡായിട്ടുണ്ട്. നോക്ക് ഗൈസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. എന്താ നോക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഫുഡ് കണ്ട. വയറ് നിറയും. വലിയ കുഴി ചാവും. ഇങ്ങനെ ചാവും എന്ന് പറയണ കാര്യമില്ല. ഷീപ്പ് നമുക്ക് അടിച്ചു കൊന്ന് അവരെ മൂടടിച്ച് പൊട്ടിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഷീപ്പ് വേട്ടക്കാരൻ ഞാനാവും. ശക്തിമാൻ. നമുക്കൊരു എന്തുണ്ടാക്കാം? നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഇത് ബെഡാണല്ലോ വേണ്ടത്. നിങ്ങൾ എന്താണ്
നമുക്ക് രാത്രി സ്കിപ്പ് ചെയ്യണമെങ്കിൽ ബെഡ് വേണ്ട. അത് പിന്നെ നമുക്കൊരു പ്ലേസ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഷീപ്പ്. ഇപ്പൊ നിറച്ച് ഷീപ്പുകളുടെ സമ്മേളനമാണ്. നമുക്ക് ഇതിനൊക്കെ തല്ലിക്കൊല്ലണ്ടേ? നല്ല ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തമായ വലിയ പ്രതിരൂപമാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കി പറ്റൂ. നിങ്ങളോട് ഇപ്പൊ ഒരാൾ ചോദിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഷീപ്പ് വേട്ടക്കാരൻ ആരാണ്? അപ്പൊ നിങ്ങൾ പറയണം ചങ്കുരുത്തോ അവിടെ അങ്ങനെ പറയുന്നത് ഞാനാണ്. അപ്പൊ എല്ലാം പശുവിനെ ഞാൻ തല്ലിക്കൊല്ലും. അതിന്റെ അകിട് നോക്കിയിരിക്കും. തല വെച്ചോട്ടെ പാവം. അതിന്റെ അമ്മയും കുട്ടികളെല്ലാം ഉണ്ട് അവിടെ. അച്ഛനെ കൊന്നു ഇനി അമ്മയെ കൊല്ല. അമ്മ 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 പാട്ട് പാട്ട് അയ്യോ മകൻ ഇച്ചിരി വളർച്ച കൂടുതല. അയ്യോ മകൻ ചത്തു. ഒരെണ്ണം കൂട്ടുണ്ടല്ലോ. അതേ സിസ്റ്റർ. ഹലോ സിസ്റ്റർ. ഹലോ എങ്ങോട്ടാ പോണേ? പട്ടി വന്നിട്ട് ഓടുന്നോടി അടുത്തുന്നു. അപ്പൊ ഇതാരായിരിക്കും? സഹോദരനാണോ? സഹോദര ഹൗ ആർ യു ഫീലിംഗ്സ്? ഹലോ മഹൻ. ഹലോ ചത്ത സമാധാനം. ഹലോ ബ്രോ, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോയിലെ ഫ്രൈ അടിക്കാൻ വന്ന അത്രേ ഉള്ളൂ. നമുക്ക് വെറൈറ്റി നമുക്ക് മലയാളം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ലാഗം കേട്ടാ. ചൊക്കാളെ കോഴിനെ വന്നാലോ വേണ്ട, പാവം കോഴിയ. വലിയ കേവ്. നമുക്ക് ഈ കേവ് ഭരിക്കണം, മനസ്സിലായോ? ഭരിച്ചെടുക്കും ഭരണം, ജയത്തിൻ മുൻപടി ഭരണം, നമ്മുടെ ഭരണം. അത്രേ ഉള്ളൂ. എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു? നിങ്ങൾക്ക് എന്താണ് ഉപയോഗിക്കട്ടെ? എനിക്ക് മാത്രം ആരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ വലിയൊരു പശുവേട്ടക്കാരനാണ്. ഇതിക്കൊണ്ട് ഒട്ടിക്കൊട്ടക്കൊട്ട എന്നെ മടിച്ച് കോഴിക്കാ കോഴിനെ കഴിയുക അങ്ങോട്ട് ഓടുന്നു. സഹോദര അവിടെ നിൽക്ക്. സഹോദരി ഹലോ. വാവ് ആയിട്ടുണ്ട്. ഒറ്റ അടിക്ക് അവിടെ അടിയിട്ട് പൊളഞ്ഞു പോയി. ഹലോ ബ്രോ. ഹലോ രാവിലെ ഹായ് പറഞ്ഞു നിന്നെ കൊല്ലില്ലായിരുന്നു. നീ അതുകൊണ്ട് കട്ടെ. അവൻ നമുക്ക് വേണ്ടി പ്രാക്കിയിട്ടേക്കെന്ന് തോന്നുന്നു. വലിയ കുഴി കൊണ്ട് താഴ്ത്തുണ്ട്. വലിയ കുഴിയല്ല, ചെറിയ കുഴി. ഈ അടുത്തവൻ. ഹലോ ബ്രോ, വെൽക്കം. എനിക്ക് വിശക്കുന്നു. ഈ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയത് അവിടെ നിന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ മറ്റേ രാത്രി കുഴിയിലെ കിടന്നുറങ്ങി. അപ്പൊ അവിടെ നിന്നാണ് ഇച്ചിരി ഫുഡൊക്കെ വേവിച്ചെടുത്തത്. നമുക്ക് ഇവിടെ വീട് വെക്കാം, ഇച്ചിരി മാർക്ക് വെക്കാം. നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യാനാ? നമ്മൾ ഇച്ചിരി നല്ല കുട്ടിയായി പോയില്ലേ? എന്ത് ചെയ്യാനാ? എന്റെ ചേട്ടായി, എനിക്ക് കോട്ടപ്പെട്ടോ അങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ? മനസ്സിലായോ? എന്താ ഇങ്ങനെയൊക്കെ കോഴി കോഴിട്ടാ സൂര്യൻ അണയുന്ന ചന്ദ്രനെ വരുത്തുന്നു, അതാണ് പ്രസക്തമായ സത്യം. എന്താ പാട്ടപ്പൊളിയല്ലേ? how are you? Your feelings? Oh guys, എനിക്ക് ചിത്തട്ടു. അത് പന്നേട്ട how are you feelings? ഇത്രയൊക്കെ ഉള്ളൂ. പന്നിയായാലും ചിന്തയായാലും ഞാൻ അടിച്ചത് നേരത്തിടും. Stupid mind of Kerala vision. വെള്ളം ചാടി വരുന്നുണ്ട്. പുൽച്ചാടി പുൽച്ചാടി വേട്ടിക്കളയും. ഓക്കെ, നമുക്ക് മണ്ടയ്ക്ക് പോവാം. ഇവിടെ നമ്മളെ വീട് വെക്കണേ. ഓക്കെ പന്നി വേട്ടക്കാരാണ് ഞങ്ങൾ. നിങ്ങളെ കൊന്നിരിക്കും. യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അയ്യോ, നിന്റെ സഹോദരനെ കൊന്നിട്ട് നിനക്ക് കരിയറേ. ചത്തുപോയി. എന്ത് ചെയ്യാനാ? സൂര്യനണയുന്ന മൺപിടുത്തം. ബെഡൊക്കെ കിടന്നുറങ്ങാം. സെറ്റാവും. ഉണ്ട് കേട്ടോ. സെറ്റാണ്.
ഉണ്ടല്ലോ 64 സ്റ്റോൺ എല്ലാം ഉണ്ട് വീട് പണിയുള്ളത്. നൈറ്റ് ആണ് എന്ത് രസമാണ് കാണാൻ. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, നിങ്ങൾ നോക്കിയാൽ അതിന് പറ്റില്ല. അങ്ങോട്ട് നോക്കി നിങ്ങൾ, എന്ത് രസമാണ് കാണാൻ. ഞാൻ വേറെ മോഡിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒടുക്കത്തെ രസമായിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട് ബാക്ക് മോഡ് എൻ്റെ സ്കിന്നുകളുണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ്. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി നമ്മുടെ ബെഡ് വെക്കുന്ന വീട് വെക്കാൻ സ്ഥലം കണ്ടുപിടിച്ചു. ഒന്ന് ഇറങ്ങിയിട്ട് എണീക്കാം. ഇന്ന് നമ്മളിവിടെ ബെഡ് വെക്കാൻ പോയി. ബെഡ് വെച്ചു. നമ്മൾ കുറെ പശുവിനെ കൊന്നു, ആടിനെ കൊന്നു, വലിയ വേട്ടക്കാരനായി. അതൊക്കെ ഇരുന്ന് ഇന്നത്തെ വലിയ പ്രതിജ്ഞമായ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞു പോയാൽ ഏത് തന്റെ ആരും കിണിയിൽ വീഴും. വലിയ പിള്ളേനെ വിളിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നൈറ്റ് കിടന്നിറങ്ങിയപ്പോൾ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റി. അതിൽ കുറെ അയൺ ഓർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാൻ പറ്റിയില്ല. എൻ്റെ ഞാൻ അത് എടുത്തു, പക്ഷെ ഞാനത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണവരെല്ലാം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ ചാടിച്ചാവുന്നതായിരിക്കും. അപ്പോൾ എപ്പിസോഡ് കഴിയുമല്ലോ. പക്ഷെ എനിക്ക് അതിനുള്ള ബുദ്ധിയും ബോധമുള്ളതുകൊണ്ട് ഞാൻ ചാടിച്ചാവില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പശുവിൻ്റെ പശുവല്ല ആടിന് വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൂര്യൻ്റെ ഉച്ചയിലെത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ. ആ ഗ്രൂപ്പിലേക്ക് ചായ എത്തിയിട്ടുണ്ട്.